നമുക്കറിയാം എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ്, എക്സ് എന്ന് പറയുന്നത് ഒരു കോളം വെക്ടർ. അങ്ങനെയാണെങ്കിൽ Ax ഈക്വൽ ടു ലാംഡ എക്സ് ആണെങ്കിൽ ലാംഡേനെ പറയും നമ്മൾ ഐഗൺ വാല്യൂ, എക്സിനെ നമ്മൾ ഐഗൺ വെക്ടർ എന്നും പറയും. പിന്നെ ഐഗൺ വാല്യൂ കാണാൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യുക. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഇനി ഐഗൺ വാല്യൂ കാണാൻ Ax ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് നമുക്കുണ്ട്. അപ്പൊ അതിന് നമുക്ക് എഴുതാം എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇനി ഐഗൺ വെക്ടർ കാണാൻ വേണ്ടി നമ്മൾ ഐഗൺ വാല്യൂസ് കാണും, എന്നിട്ട് കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസ് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും, എന്നിട്ട് എക്സിന്റെ വാല്യൂസ് സോൾവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഐഗൺ വെക്ടർ കാണുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദി ഐഗൺ വാല്യൂസ് and corresponding eigenvectors of the matrix 5 minus 2 minus 2 2. അപ്പോൾ ആദ്യം നമുക്ക് ഐഗൺ വാല്യൂസ് കാണണം, പിന്നെ കറസ്പോണ്ടിങ് ടു ഓരോ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സിനെ കാണണം. നമ്മൾ ലെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു 5 minus 2 minus 2 2. ഇവിടെ എയുടെ സൈസ് 2/2 ആണ്. അപ്പൊ ഐ വരിക 1 0 0 1. പിന്നെ ലാംഡ ഐ എന്ന് പറയുന്നത് ഐയിലെ എല്ലാ ഇതിലും ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലാംഡ 0 0 ലാംഡ. Therefore എ മൈനസ് ലാംഡ ഐ എന്ന മെട്രിക്സ് എത്തെ ഓരോ എലമെന്റ്സും ലാംഡ ഐത്തെ ഓരോ എലമെന്റ്സും കുറയ്ക്കുക. അപ്പൊ നമുക്ക് 5 മൈനസ് ലാംഡ മൈനസ് 2 മൈനസ് 2 2 മൈനസ് ലാംഡ ഇത് കിട്ടും. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം, അത് സോൾവ് ചെയ്യാം. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ is given by determinant of a minus lambda I equal to 0. This implies a minus lambda I എന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. നമുക്ക് ഡിറ്റർമിനന്റ് കാണാൻ അറിയാം, ഇങ്ങനെയാണ് നമ്മൾ കാണുക. അപ്പോൾ 5 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ മൈനസ് ഓഫ് മൈനസ് 2 ഇൻറ്റു മൈനസ് 2 ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 10 minus 5 lambda minus 2 lambda plus lambda square minus 4 equal to 0. This implies lambda square minus 7 lambda plus 6 equal to 0. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇൻ ലാംഡ കിട്ടി. Therefore lambda equal to നമ്മൾ എഴുതാറില്ല മൈനസ് പി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് പി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതേപോലെ ലാംഡ ഈക്വൽ ടു മൈനസ് പി മൈനസ് ഓഫ് മൈനസ് 7 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 7 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2a which is equal to 7 plus or minus root of 49 minus 24 divided by 2 which is equal to 7 plus or minus root of 25 divided by 2 equal to 7 plus or minus 5 by 2 equal to 7 plus 5 by 2 or 7 minus 5 by 2 which is equal to 6 or 1. അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടി 1 and 6 ആണ്. ഇനി നമുക്ക് ഓരോ ഐഗൺ വാല്യൂസിന്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ കാണണം. അപ്പൊ അത് കാണാൻ വേണ്ടി നമുക്ക് എ മൈനസ് ലാംഡ ഐ ആവശ്യമുണ്ട് അവിടെ.
For a minus lambda I equal to 5 minus lambda, 2 minus lambda, minus 2, minus 2. ഇനി ആദ്യം when lambda equal to 1. ലാംഡ 1 ആവുമ്പോൾ a മൈനസ് ലാംഡ ഐ നമ്മൾ കാണാം. a മൈനസ് ലാംഡ ഐ ഈക്വൽ ടു a മൈനസ് ഐ ഈക്വൽ ടു ലാംഡയ്ക്ക് 1 കൊടുക്കുക. 5 മൈനസ് 1 മൈനസ് 2 മൈനസ് 2 2 മൈനസ് 1 ഈക്വൽ ടു 4 മൈനസ് 2 മൈനസ് 2 1. ഇനി നമ്മൾ a minus lambda I into x equal to 0. ഇതിനെ സോൾവ് ചെയ്യണം. This implies 4 minus 2 minus 2 1 x1 x2 equal to 0 0. ഇപ്പൊ നമുക്ക് ഒരു സിസ്റ്റം ആണുള്ളത്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് സാധാ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെട്രിക്സിന്റെ ഗോസ് എലിമിനേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡോ ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യണത്. അപ്പോൾ നമുക്ക് മെട്രിക്സ് ഫോമിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് ഫോം എഴുതാം. 4x1 minus 2x2 equal to 0 minus 2x1 plus x2 equal to 0. അപ്പോൾ രണ്ട് ഇക്വേഷൻസും ഓൾമോസ്റ്റ് സെയിം ആണ്. താഴത്തുള്ള ഇക്വേഷനെ ഇൻറ്റു -2 ചെയ്തതാണ് മുകളിലത്തെ ഇക്വേഷൻ. അപ്പോൾ ഇൻ ടോട്ടൽ നമുക്ക് ആകെ ഒറ്റ ഇക്വേഷനുള്ളൂ. അപ്പോൾ നമുക്ക് -2x1 plus x2 equal to 0 എന്ന് എടുക്കാം. This implies x2 equal to ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക 2x1. ഇനി ഇവിടെ നോക്കുക, നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ട്, പക്ഷെ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ സോൾവ് ചെയ്യാൻ. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾ എന്ന് പറയുന്നത് 2 - 1 equal to 1. ഈ ഫ്രീ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസ് ഉണ്ടാവുമ്പോൾ എത്ര പാരാമീറ്ററിന് ടി വിളിക്കണം, അതാണ് നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെറ്റ് x1 ഈക്വൽ ടു ടി എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x2 ഈക്വൽ ടു 2t നമുക്ക് കിട്ടും. Therefore x1 x2 equal to t 2t. ഇനി ഇതിൽ നിന്ന് t പുറത്തേക്ക് എടുത്താൽ t into 1 2. So therefore 1 2 is the eigenvector corresponding to lambda equal to 1. പിന്നെ ഈ ഐഗൺ വെക്ടറിനെ സെറ്റ് ആയിട്ട് എഴുതാം. 1 1 2 is the eigen basis of A corresponding to lambda equal to 1. ഇപ്പൊ നമുക്ക് ഒരു ഐഗൺ വാല്യൂവിന്റെ ഐഗൺ വെക്ടർ കിട്ടി. ഇനി നമുക്ക് കറസ്പോണ്ടിംഗ്ലി അടുത്ത ഐഗൺ വാല്യൂവിന്റെ ഐഗൺ വെക്ടർ കാണണം. അടുത്തത് വെൻ ലാംഡ ഈക്വൽ ടു 6. നമ്മുടെ a മൈനസ് ലാംഡ എന്ന് പറയുന്നത് 5 മൈനസ് ലാംഡ -2 -2 2 മൈനസ് ലാംഡ. അപ്പോൾ a മൈനസ് ലാംഡ ആയി മാറി a മൈനസ് 6i എന്നായും, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡയ്ക്ക് 6 ഇട്ട് കൊടുക്കുക. 5 - 6 -2 -2 2 മൈനസ് ലാംഡ ഈക്വൽ ടു -1 -2 -2 -4.
So therefore, a minus lambda I x equal to 0 implies minus 1 minus 2 minus 2 minus 4 x1 x2 equal to 0 0. ഇനി ഇവിടെ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടും മൈനസ് എക്സ് വൺ മൈനസ് ടു എക്സ് ടു ഈക്വൽ ടു 0 മൈനസ് ടു എക്സ് വൺ മൈനസ് ഫോർ എക്സ് ടു ഈക്വൽ ടു 0. ഇവിടെയും നോക്കിയാൽ ആദ്യത്തെ ഇക്വേഷനിൽ ഇൻറ്റു 2 ചെയ്തതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെയും നമുക്ക് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. അപ്പോൾ രണ്ട് വേരിയബിൾ ഒരു ഇക്വേഷൻ. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് നേരത്തെ പോലെ തന്നെ 2 മൈനസ് 1 ഈക്വൽ ടു 1. ഇനി ഇവിടെയും ഞാൻ എലിമിനേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈനസ് എക്സ് വൺ 2x2 equal to 0, which implies x1 equal to minus 2x2. Let x2 equal to t. അങ്ങനെയാണെങ്കിൽ x1 എന്ന് പറയുന്നത് minus 2t. Therefore, x1 x2 equal to minus 2t t equal to t into minus 2 1. Therefore, minus 2 1 is the eigenvector corresponding to lambda equal to 6. ഇതിനെ സെറ്റിൽ എഴുതുക. Set minus 2 1 is the eigenbasis of A corresponding to lambda equal to 6. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. Find the eigenvalues and corresponding eigenvectors of the matrix 1 minus 4 2 minus 4 1 minus 2 2 minus 2 minus 2. അപ്പോൾ നമ്മൾ ആദ്യം let a equal to 1 minus 4 2 minus 4 1 minus 2 2 minus 2 2. ഇവിടെ എയുടെ സൈസ് 3/3 ആണ്. അപ്പോൾ ഐയുടെ സൈസും 3/3 ആയിരിക്കും, which is equal to 1 0 0 0 1 0 0 0 1. അപ്പോൾ ലാംഡ ഐ എന്ന് പറയുന്നത് ഐയിൽ എല്ലാത്തിലും ലാംഡ കൊണ്ട് ഗുണിക്കുക. ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ. ആൻഡ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് 1 മൈനസ് ലാംഡ മൈനസ് 4 2 മൈനസ് 4 1 മൈനസ് ലാംഡ മൈനസ് 2 2 മൈനസ് 2 മൈനസ് 2 മൈനസ് ലാംഡ. ഇനി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ determinant a minus lambda I equal to 0. That is determinant 1 minus lambda into minus 4 2 minus 4 1 minus lambda minus 2 2 minus 2 minus 2 minus lambda equal to 0. ഇനി ഡിറ്റർമിനന്റ് കാണുക. അപ്പോൾ നമുക്ക് 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് 2 മൈനസ് ലാംഡ മൈനസ് 4 മൈനസ് ഓഫ് മൈനസ് 4 ഇൻറ്റു മൈനസ് 4 ഇൻറ്റു
minus 2 minus lambda plus 4 plus 2 into minus 4 into minus 2 minus 2 into 1 minus lambda equal to 0. This implies 1 minus lambda into 1 minus lambda into minus 2 minus lambda minus 4 times 1 minus lambda plus 4 minus 16 into minus 2 minus lambda plus 16 plus 16 minus 4 into 1 minus lambda equal to 0. This implies 1 minus lambda whole square. So 1 plus lambda square minus 2 lambda into minus 2 minus lambda minus 4 plus 4 lambda plus 32 plus 16 lambda plus 32 minus 4 plus 4 lambda equal to 0. This implies ഈ രണ്ട് ടേമും കൂടി ഗുണിക്കുക. അപ്പോൾ minus 2 minus lambda minus 2 lambda square minus lambda cube plus 4 lambda plus 2 lambda square 32 64 വരും. 64 minus 8 56 എന്ന് വരും. ഇനി 4 lambda 16 lambda 4 lambda അപ്പോൾ plus 24 lambda equal to 0. This implies minus lambda cube lambda സ്ക്വയറുകൾ എണ്ണ ഇതും ക്യാൻസൽ ആയി പോവും. ഇനി 28 minus 1 plus 27 lambda plus 54 equal to 0. ഇനി നമുക്ക് ലാംഡയ്ക്ക് സോൾവ് ചെയ്യണം. ഇവിടെ ലാംഡയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ക്യൂബിക് പോളിനോമിയലിന്റെ ഫോമിലാണ്. അപ്പോൾ ക്യൂബിക് പോളിനോമിയൽ ആകുമ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ വെച്ച് കണ്ടുപിടിക്കണം. ബാക്കി നമുക്ക് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യണ പോലെ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ലാംഡയ്ക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ലാംഡ ക്യൂബ് പ്ലസ് 27 ലാംഡ പ്ലസ് 54. ഇതിൽ ലാംഡയ്ക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ലാംഡ 0 ആവുമ്പോൾ നമുക്ക് 54 എന്ന് കിട്ടും. ലാംഡ 1 ആവുമ്പോൾ -1 പ്ലസ് 27 പ്ലസ് 54 ഈക്വൽ ടു 80 എന്ന് കിട്ടും. ഇതേപോലെ ലാംഡ -1 അപ്പോൾ 1 minus 27 plus 54 28 എന്ന് കിട്ടും. ലാംഡ -2 എടുത്താൽ 8 minus 54 plus 54 equal to 8 എന്ന് കിട്ടും. അപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ലാംഡ ഈക്വൽ ടു -3 നോക്കാം. അപ്പോൾ 27 minus 71 81 plus 54 equal to 0 എന്ന് കിട്ടും. അപ്പോൾ ലാംഡ ഈക്വൽ ടു -3 എന്ന് പറയുന്നത് ഈ മുകളിൽ എഴുതിയ ഇക്വേഷന്റെ ഒരു റൂട്ടാണ്. അപ്പോൾ നമുക്ക് -λ3 പ്ലസ് 27 ലാംഡ പ്ലസ് 54നെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. ലാംഡ
പ്ലസ് 3 കൊണ്ട്. ലാംഡ ഈക്വൽ ടു -3യിൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിനെ ലാംഡ പ്ലസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ -λ³ പ്ലസ് 27 ലാംഡ പ്ലസ് 54നെ ലാംഡ പ്ലസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുക, ഇവിടെ വരുന്ന ലാംഡയും ആദ്യത്തെ ടേമിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ -λ³ ഡിവൈഡഡ് ബൈ ലാംഡ, നമുക്ക് -λ² എന്ന് വരും ബാക്കി. ഇനി ഈ -λ² ലാംഡ പ്ലസ് 3 ആയിട്ട് ഗുണിച്ചെഴുതാം. അപ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് -λ³ -3λ². ഇനി സൈൻ ചേഞ്ച് ചെയ്യുക, ആഡ് ചെയ്യുക, ഇതൊന്നും ക്യാൻസൽ ആയി പോവും. അപ്പോൾ 3λ² പ്ലസ് 27 ലാംഡ പ്ലസ് 54 വരും. ഇനി 3λ² ലാംഡ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലസ് 3λ എന്ന് വരും. ഇനി ഈ പ്ലസ് 3λ കൊണ്ട് ലാംഡ പ്ലസ് 3നെ ഗുണിക്കുക. അപ്പോൾ 3λ² പ്ലസ് 9λ. സൈൻ ചേഞ്ച് ചെയ്യുക, ആഡ് ചെയ്യുക, 18λ പ്ലസ് 54. ഇനി 18λനെ ലാംഡ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് 18 ബാക്കി ഉണ്ടാവും. ഇനി 18നെ കൊണ്ട് ലാംഡ പ്ലസ് 3നെ ഗുണിക്കുക. അപ്പോൾ 18λ പ്ലസ് 18 × 3 54. സൈൻ ചേഞ്ച് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 7നെ ഞാൻ ഇപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത കോഷ്യന്റ് 2 ആണ്, റിമൈൻഡർ 1 ആണ്. അപ്പോൾ 7നെ എനിക്ക് 3 × 2 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ -λ³ പ്ലസ് 27 ലാംഡ പ്ലസ് 54നെ എനിക്ക് ലാംഡ പ്ലസ് 3 ഇൻറ്റു -λ² പ്ലസ് 3λ പ്ലസ് 18 ഇങ്ങനെ എഴുതാം. ഇനി therefore നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈക്വൽ ടു 0 ഇംപ്ലൈസ്, ഇപ്പൊ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഈക്വൽ ടു 0, ലാംഡ പ്ലസ് 3 ഇൻറ്റു -λ² പ്ലസ് 3λ പ്ലസ് 18 ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് പ്രോഡക്റ്റ് 0 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 0 അല്ലെങ്കിൽ -λ² പ്ലസ് 3λ പ്ലസ് 18 ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു -3 ഓർ ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് ആണ്, അപ്പോൾ സോൾവ് ചെയ്യാം. ലാംഡ ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² -4ac by 2a which is equal to -3 plus or minus 9 by -2 equal to 6, -3. Therefore, lambda equal to 6, -3, -3 are the eigen values of capital A. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് കാണണം. നമ്മളുടെ A മൈനസ് ലാംഡ I എന്ന് പറയുന്നത് 1 മൈനസ് ലാംഡ -4 2 -4 1 -2 2 -2 -2. ആദ്യം when lambda equal to 6, A minus 6i equal to 1 minus 6 minus 4 2 minus 4 1 minus 6 minus 2 2 minus 2 minus 2 minus 6. This is equal to -5 minus 4 2 minus 4 minus 5 minus 2 2 minus 2 minus 8. ഇനി
a minus 6i into x equal to 0. This implies minus 5 minus 4 2 minus 4 minus 5 minus 2 2 minus 2 minus 8 into x1 x2 x3 equal to 0 0 0. ഇവിടെ ഞാൻ ഗോസ് എലിമിനേഷൻ ആണ് യൂസ് ചെയ്യണത് മെട്രിക്സിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് -5 -4 2 -4 -5 -2 2 -2 -8 ഇതിന്റെ ഒപ്പം നമ്മളുടെ ഈ വാല്യൂസ് 0 0 0 അതും കൂടി കൂട്ടി എഴുതാം. ഇതിനെയാണ് നമ്മൾ ഓഗുമെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സും പിന്നെ അതിന്റെ വാല്യൂസും അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഓഗുമെന്റഡ് മെട്രിക്സ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഗോസ് എലിമിനേഷൻ ആണ്. ഗോസ് എലിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിനെ 1 ആക്കുക, താഴത്ത് 0 ആക്കുക. സെക്കൻഡ് എലമെന്റിനെ 1 ആക്കുക, താഴത്ത് 0 ആക്കുക. തേർഡ് റോയത്തെ തേർഡ് എലമെന്റിനെ 1 ആക്കുക. അപ്പോൾ ഇതിനെ 1 ആക്കാൻ നമ്മൾ R1നെ -1/5 R1 ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ 1 4/5 -2/5 0 -4 -5 -2 0 2 -2 -8 0. ഇനി 1ന്റെ താഴത്തുള്ളതെല്ലാം 0 ആക്കണം. അപ്പോൾ R2 changes to R2 plus 4R1. R3 changes to R3 minus 2R1. അപ്പോൾ ഫസ്റ്റ് റോയിന് മാറ്റമില്ല. 1 4/5 -2/5 0 -4 plus 4 into 1 0 -5 plus 16/5 -9/5 -2 plus -8/5 -18/5 0 2 minus 2 into 1 0 -2 minus 8/5 -18/5 -8 plus 4/5 -36/5 0. ഇനി സെക്കൻഡ് റോയിത്തെ സെക്കൻഡ് എലമെന്റിനെ 1 ആക്കണം. അപ്പോൾ R2 changes to -5/9 R2. അപ്പോൾ 1 4/5 -2/5 0 0 1 2 0 0 -18/5 -36/5 0. ഇനി നമുക്ക് 1ന്റെ താഴത്തുള്ളതിനെ 0 ആക്കണം. അപ്പൊ R3 changes to R3 plus 18/5 R2. അപ്പൊ R3ക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ആദ്യത്തെ രണ്ടെണ്ണം സെയിം ആയിട്ട് നിൽക്കും. 1 4/5 -2/5 0 0 1 2 0 0 0 0 0. അപ്പോൾ നമുക്ക് ഈ 3/3 മെട്രിക്സിന് പകരം ഈ ഓഗുമെന്റഡിന്റെ ആദ്യത്തെ 3/3 എഴുതാം. 1 4/5 -2/5 0 1 2 0 0 0 into x1 x2 x3 equal to 0 0 0. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആയിട്ട് ഏതാണ് നമുക്ക് കിട്ടും. x1 plus 4/5 x2
minus 2 by 5 x3 equal to 0, x2 plus 2x3 equal to 0. അപ്പോൾ 3 വേരിയബിൾ ഉണ്ട്, 2 ഇക്വേഷൻ ആണ്. അപ്പോൾ ഫ്രീ വേരിയബിളിന്റെ എണ്ണം 3 minus 2 equal to 1. അപ്പൊ ഇതിലത്തെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയാം x2 equal to minus 2x3. എന്നിട്ട് ഞാൻ ലെറ്റ് x3 equal to t എന്ന് പറയാം. അപ്പോൾ x2 എന്ന് പറയുന്നത് minus 2t ആവും. ഇനി x3യുടെയും x2ന്റെ വാല്യൂ ആദ്യത്തേൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് x1 minus 8 by 5t minus 2 by 5t equal to 0. This implies x1 minus 2t equal to 0. This implies x1 equal to 2t. അപ്പോൾ നമുക്ക് x1, x2, x3 equal to 2t minus 2t t equal to t into 2 minus 2 1 എന്ന് കിട്ടും. Therefore നമ്മൾ 2 minus 2 1 is the eigenvector corresponding to lambda equal to 6. അതേപോലെ അതിനെ സെറ്റിൽ എഴുതാം. 2 minus 2 1 is the eigenbasis corresponding to lambda equal to 6. ഇനി ഇതേപോലെ നമ്മൾ ലാംഡ മൈനസ് 3 ആവുമ്പോൾ ഉള്ള ഐഗൺ വെക്ടേഴ്സ് കാണണം. വെൻ ലാംഡ ഈക്വൽ ടു മൈനസ് 3. അങ്ങനെ ആവുമ്പോൾ എ മൈനസ് മൈനസ് 3i എ പ്ലസ് 3i എന്നാവും. This is equal to 4 minus 4 2 minus 4 4 minus 2 2 minus 2 1 എന്ന് കിട്ടും നമുക്ക്. ഇനി നേരത്തെ ചെയ്യണം അതേപോലെ തന്നെ എ പ്ലസ് 3i into x equal to 0. This implies 4 minus 4 2 minus 4 4 minus 2 2 minus 2 1 into x1 x2 x3 equal to 0 0 0. നേരത്തെ അതേപോലെ തന്നെ നമ്മൾ ഗോഷ്യൻ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കും ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ. ഇവിടെ നമുക്ക് നോക്കിയാൽ സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിന്റെ ഒരു -1 ഗുണിച്ചിട്ട് എഴുതുന്നതാണ്. അതേപോലെ ഫസ്റ്റ് റോനെ പകുതിയാക്കിയതാണ് തേർഡ് റോ. നമുക്ക് ആ രണ്ട് റോനെ കളയാം ആദ്യം. അപ്പോൾ R2 changes to R2 plus R1. R3 changes to R3 minus 1 by 2 R1. അപ്പോൾ 4 minus 4 2 minus 4 plus 4 0 0 0 0 0 0. ഇനി ആദ്യത്തെ റോയിൽ 2 കോമൺ ആണ്. അപ്പൊ അതിനെയും കൂടി നമുക്കൊന്ന് ചെറുതാക്കാം. R1 changes to 1 by 2 R1. അപ്പോൾ 2 minus 2 1 0 0 0 0 0 0. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് എഴുതുന്നതിന് പകരം ഈ മെട്രിക്സ് എഴുതിയാൽ മതി. This implies 2 minus 2 1 0 0 0 0 0 0 x1 x2 x3 equal to
0 0 0. ഇതിന് ഇക്വേഷൻ രൂപത്തിൽ എഴുതുമ്പോൾ നമുക്ക് 2x1 മൈനസ് 2x2 പ്ലസ് x3 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 3 വേരിയബിൾ ഉണ്ട്, ഒരു ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ 3 മൈനസ് 1 ഈക്വൽ ടു 2 ഫ്രീ വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് x3 ഈക്വൽ ടു മൈനസ് 2x1 പ്ലസ് 2x2 എന്ന് പറയാം. രണ്ട് ഫ്രീ വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ലെറ്റ് x1 ഈക്വൽ ടു t എന്ന് വിചാരിക്കുക ആൻഡ് x2 ഈക്വൽ ടു s എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x3 എന്ന് പറയുന്നത് മൈനസ് 2t പ്ലസ് 2s എന്ന് കിട്ടും. ഈ ഭാഗം ഒരു ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പലരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. രണ്ട് ഫ്രീ വേരിയബിൾ ഉണ്ട്, അപ്പോൾ രണ്ട് പുതിയ വേരിയബിൾസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ therefore x1 x2 x3 ഈക്വൽ ടു ts മൈനസ് 2t പ്ലസ് 2s. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മെട്രിക്സിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യും. ടികളെ ഒരുമിച്ചിട്ടും എസ്സുകളെ ഒരുമിച്ചിട്ടും. അപ്പോൾ ഇതിനെ എനിക്ക് ടി പ്ലസ് 0s 0t പ്ലസ് എസ് മൈനസ് 2t പ്ലസ് 2s. ഇനി ടികളെ മാത്രം എഴുതാം. ടി 0 മൈനസ് 2t പ്ലസ് 0s 2s ഈക്വൽ ടു t ഇൻറ്റു 1 0 മൈനസ് 2 പ്ലസ് s ഇൻറ്റു 0 1 2. അപ്പോൾ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു -3 നമുക്ക് ഒരെണ്ണമല്ല രണ്ട് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടാവും. Therefore the eigenvectors corresponding to lambda equal to -3 are 1 0 minus 2 and 0 1 2. Also set 1 0 minus 2 comma 0 1 2 is the eigenbasis of A corresponding to lambda equal to -3. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.